നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയ്ക്ക് പിന്നാലെ കുവൈറ്റും ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോവിഡ് വിശകലനവും റിപ്പോർട്ടും അടങ്ങുന്ന വാർത്താ സമ്മേളനം നിർത്തിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഇപ്പോഴിതാ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയവും സമൂഹ മാധ്യമങ്ങളിലൂടെ ദിവസേന കോവിഡ് വിവരങ്ങൾ ബുള്ളറ്റിനായി അവതരിപ്പിക്കുന്നത് നിർത്തുകയാണ്. ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച മുതൽ ഡെയിലി ബുള്ളറ്റിൻ ഉണ്ടാകില്ലെന്നും അതേസമയം എല്ലാ ദിവസവും വെബ്സൈറ്റിലൂടെ വിവരങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡിന്റെ തുടക്കം മുതൽ ആരോഗ്യ മന്ത്രാലയം എല്ലാ ദിവസവും അതത് ദിവസത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകിയിരുന്നു. ആദ്യകാലങ്ങളിൽ വാർത്താ സമ്മേളനത്തിലൂടെയായിരുന്നു ഇത് നൽകിയിരുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും ഒത്തുകൂടലുകൾക്ക് വിലക്ക് വരികയും ചെയ്തതോടെ നേരിട്ടുള്ള വാർത്താ സമ്മേളനം നിർത്തി ഓൺലൈനാക്കുകയായിരുന്നു. പിന്നീട് അതും നിർത്തി വിവരങ്ങൾ ബുള്ളറ്റിനായി ട്വിറ്ററിലൂടെ നൽകുന്ന രീതി സ്വീകരിക്കുകയായിരുന്നു. ഔദ്യോഗിക തലത്തിൽ കൃത്യമായി വിവരങ്ങൾ നൽകിയിരുന്നതുകൊണ്ട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ കഴിഞ്ഞു. കോവിഡ് ബാധിതരുടെ എണ്ണവും മരണവും സംബന്ധിച്ച് തുടക്ക സമയത്ത് തെറ്റായ വിവരങ്ങൾ പ്രചരിച്ചിരുന്നു. കോവിഡ് ബാധിതർ തെരുവിൽ മരിച്ചു വീഴുകയാണെന്നവരെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു. വിവരങ്ങൾക്ക് ശരിയായ വാർത്താ സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തിയിരുന്നു. കോവിഡ് ഏറെക്കുറെ നിയന്ത്രണ വിധേയമായി എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ അധികൃതർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കുവൈറ്റും എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം കോവിഡ് വിശകലനവും റിപ്പോർട്ടും അടങ്ങുന്ന വാർത്താ സമ്മേളനം നിർത്തിയതായി സൗദി ആരോഗ്യ മന്ത്രാലയവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദുൽ അലിയാണ് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. അത്യാവശ്യ സമയങ്ങളിലോ മറ്റേതെങ്കിലും ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോഴോ മാത്രമേ ഇനി വാർത്താ സമ്മേളനം വിളിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കോവിഡ് കേസുകളുടെ പ്രതിദിന കണക്ക് പുറത്തുവിടുന്നതും നിർത്തുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ വിദഗ്ധർക്കും മറ്റും കോവിഡ് കണക്കുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റു പല വഴികളിലൂടെയും കൈമാറും. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കും വിവരങ്ങൾ കൈമാറുന്നവർക്കും സമൂഹത്തെ ബോധവൽക്കരിക്കുന്നവർക്കും അദ്ദേഹം നന്ദി പറയുകയും ഉണ്ടായി. സൗദിയിൽ കോവിഡ് അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലേക്ക് വരുന്ന വിദേശികളുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് പരിശോധിക്കില്ലെന്നും ക്വാറന്റൈൻ ബുക്കിംഗ് ഇല്ലാതെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുമെന്നും ആഭ്യന്തര മന്ത്രാലയം വക്താവ് മേജർ തലാൽ അൽ ഷൽഹൂബ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഉംറ, സന്ദർശക, ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർ കോവിഡ് പാക്കേജ് ഇൻഷുറൻസ് എടുത്തിരിക്കേണ്ടതാണ്. സൗദിയിൽ താമസിക്കുന്ന സമയത്ത് ഇവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ്. പുതുക്കുമ്പോഴും രാജ്യത്തിന് പുറത്തുപോയി തിരിച്ചു വരുമ്പോഴും ഇൻഷുറൻസ് വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ ക്വാറന്റൈനും PCR ഉൾപ്പെടെ എല്ലാ കോവിഡ് നിബന്ധനകളും പിൻവലിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.